ഹലോ, കേരളത്തിൽ ഇപ്പോൾ നല്ല ഭരണമാണ് കാഴ്ചവെക്കണേന്നാണല്ലോ മീഡിയയിലൊക്കെ വരുന്നത്. എന്ത് മാങ്ങാത്തൊരു ഭരണമാണെന്ന് പറയണത്. LDF ഒരു എല്ലാം ശരിയാക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ശരിയായത്? സാധാരണക്കാരന് ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഈ വില നിലവാരത്തിനനുസരിച്ചിട്ട് ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ആശാവർക്കന്മാരാണ്. അവർക്ക് വേണ്ട വേതനം ഒന്നും കൊടുക്കാതെ എന്ത് ഭരണമാണ് ചെയ്യണം? സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചല്ലോ, അവരെങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മൾ നോക്കണ്ടേ? അങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണോ നമുക്ക് വേണ്ടത്? മുഖ്യമന്ത്രിക്കും അവരുടെ പരിവാരങ്ങൾക്കും മാത്രമേ നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നുള്ളൂ, സാധാരണക്കാരനോട് ജീവിക്കാൻ പറ്റുന്നില്ല. പേരെന്താ? എവിടെന്നാ വരണേ? ഞാൻ ആലുവ കുട്ടമശ്ശേരി. എന്താണ് പ്രശ്നം പറഞ്ഞു? ബാങ്കിൽ കഴിഞ്ഞ ദിവസം ഒരാഴ്ചയായിട്ട്. ഏത് ബാങ്കിലാ? ആലുവ ചുണങ്ങമ്പേലി GTN സെൻട്രൽ ബാങ്കിൽ. ആലുവ ചുണങ്ങമ്പേലില് GTNന്റെ ശാഖ സെൻട്രൽ ബാങ്ക്. ബാങ്കില് അവിടെ കുടുംബശ്രീ അംഗങ്ങൾ അറിയാതെ അവരുടെ അക്കൗണ്ടിലേക്ക് 7 ലക്ഷത്തോളം രൂപ വന്നു. അത് പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ CDS ചെയർപേഴ്സണ് ഇത് അറിയാമെന്നാണ് ബാങ്കുകാർ പറയുന്നത്. പക്ഷേ CDS ചെയർപേഴ്സണ് ഇതിനെക്കുറിച്ച് അറിവില്ല എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഇതിനെക്കുറിച്ച് പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാളിൽ ചർച്ച ഉണ്ടെങ്കിലും അതിലൊരു തീരുമാനമാവാതെ അലസിപ്പിരിഞ്ഞു. അതോടൊപ്പം തന്നെ ബാങ്ക് മാനേജറെ മാറ്റി നിർത്തിയിട്ട് ഒരു അന്വേഷണമാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. അല്ലാതെ ഇതിന് കറക്റ്റ് ഒരു ആൻസർ ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ കുടുംബശ്രീകളുടെ അക്കൗണ്ടിലേക്ക് അവരറിയാതെ പണം വരികയും പോവുകയും ചെയ്തു. അതെ. ഓക്കെ, അപ്പോൾ തട്ടിപ്പാണ് നടന്നിരിക്കണേ അല്ലേ? എന്തോ തട്ടിപ്പാണ് നടന്നിരിക്കണേ. അതെ. അപ്പൊ ഇതിനെതിരെ കേസോ കാര്യങ്ങളോ എന്തെങ്കിലും ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? നിലവിലൊന്നും ആയിട്ടില്ല. അപ്പൊ ഈ കുടുംബശ്രീയിൽപ്പെട്ട കുടുംബശ്രീക്കാർക്ക് അറിയാമോ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെന്ന്? ഏതാണ്ട് കീഴ്മാട് പഞ്ചായത്തിലെ 11 കുടുംബശ്രീയുടെ അക്കൗണ്ടിൽ ഇതേ രീതിയിൽ പണം എത്തിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുത്ത നമ്മുടെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇവര് ഭരണത്തിൽ കയറിയിരിക്കുന്നത്. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? അതില് മുഖ്യമായിട്ട് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം വനിതകൾക്ക് വേണ്ടി വനിതാ മതിൽ കെട്ടിയ ഒരു പാർട്ടിയുടെ നേതാവിനോടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് തെരുവിലിറങ്ങി ഇങ്ങനെ ചെയ്ത ജോലിക്ക് കൂലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ കേരളത്തിൽ എങ്ങനെയുണ്ടായി? ഇതിനെല്ലാം മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതാണ്. പിന്നെ നമ്മളുടെ ഇന്ന് ഈ നാട്ടിൽ കാണുന്ന കൊലയും അതുപോലെ മദ്യവും ഡ്രഗ്സും കുട്ടികൾ തുടങ്ങി 12 വയസ്സ് മുതൽ 21 വയസ്സുള്ള കുട്ടികളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇത് എങ്ങനെ ഇനിയും നമ്മളുടെ നാട്ടിൽ മദ്യഷോപ്പുകൾ അതുപോലെ കൊച്ചി മെട്രോ ആ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഓരോ മെട്രോ ഇതിലും ബെക്കോ തുറക്കാനായിട്ടുള്ള ഒരു തീരുമാനങ്ങളൊക്കെ ഇത് ശരിക്കും രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു നിലപാട് മാത്രമായിട്ടാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു പാർട്ടിയായിട്ട് ഇത് തോന്നുന്നില്ല. ആദ്യം അങ്ങനെ ആയിരുന്നുവെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ ആശയങ്ങളെല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് കുറേ പ്രഖ്യാപനം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ജനകീയനാണ് എന്ന് പറയുന്നു, പക്ഷെ അത് പ്രവൃത്തിയിലില്ല. നമ്മുടെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും അമേരിക്കയിലും മറ്റുള്ള സ്ഥലത്തുനിന്നെല്ലാം പോയി ചികിത്സിക്കുന്നതിൻ്റെ അതിലൊരു അംശം മതിയല്ലോ ഈ ആശാവർക്കർക്ക് വേതനം കൊടുക്കാൻ. ആശാവർക്കറാണോ ആലുവേല? ഉറക്കെ പറയൂ. എടത്തല. എന്താണ് ആശാവർക്കറുടെ അവസ്ഥ ഇപ്പൊ? പണിയെടുത്ത് പീഡിപ്പിക്കണോ? കുറേ വർക്കുകൾ ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അത് തീരുന്നതിനും വേറെ വർക്കുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീ തൊഴിലാളികളെ സത്യത്തിൽ ജീവിക്കാൻ പറ്റണില്ല ആശാവർക്കർക്ക് അല്ലേ? കൂലി തരാണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുക കുറേ സ്ത്രീ തൊഴിലാളികളുണ്ട്. അത് ഞങ്ങൾ മാത്രമല്ല, അംഗൻവാടിക്കാരും ആയമാരും ഒക്കെ കുറേ പേരുണ്ട്. എല്ലാവരും നമ്മളെ പിരിച്ചുകൊണ്ടിരിക്കുന്നത് കൂലി കൊടുക്കാം. പാവപ്പെട്ടവന്റെ പടത്തലവനാണ് കേരളം ഭരിക്കണേ. എന്താണ് പടത്തലവനോട് പറയാനുള്ളത്? ഒന്നും പറയാം, പടത്തലവൻ നോക്കണില്ലല്ലോ. എന്താ പറയാനുള്ളത്? പറച്ചിലും പ്രവൃത്തിയെല്ലാം വേറെ വേറെയാണ്. മെമ്പർക്ക് എന്താ പറയാനുള്ള ഈ വനിതാ ദിനമായിട്ട്? ഈ വനിതാ ദിനമായിട്ട് ഇന്ന് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ ഈ സമരം ചെയ്യേണ്ടി വന്നത് നമുക്കറിയാം. നമ്മുടെ സാധാരണക്കാരിൽ ഉയർന്നവനായ നമ്മുടെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ സ്ത്രീകളെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാതെ അവരെ അവഗണിക്കുന്ന തരത്തിലാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് ആശാപ്രവർത്തകരുടെ ജീവിതം എന്ന് പറയുന്നത് തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അതിൽ കേന്ദ്രത്തിലെ പഴി ചാരിക്കൊണ്ട് അവരുടെ ആ സമരത്തെ അടിച്ചമർത്തുന്നതിന്
വേണ്ടിയിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാനുള്ള ഒരു സാധാരണ ഇതുപോലും കാണിക്കാത്ത ഒരു സർക്കാരാണ് ഈ പിണറായിയുടേത്. അതുപോലെ തന്നെ വീണ ജോർജ്, അവരെല്ലാം ദാക്ഷ്യത്തോടു കൂടിയാണ് പെരുമാറുന്നത്. സ്ത്രീകളുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവർക്ക് പെരുമാറാനുള്ളതില്ല. നമുക്കറിയാം, ആ കൊറോണ പോലുള്ള സമയങ്ങളിലെല്ലാം ആശാപ്രവർത്തകരെ നമ്മൾ വളരെയധികം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഒരു ആശാവർക്കർ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം, നമ്മുടെയൊക്കെ വാർഡുകളിൽ അവർ പ്രവർത്തിക്കുന്നത് എല്ലാ ദിവസവും അവരുടെ മീറ്റിങ്ങുകളും അതുപോലെ തന്നെ അവരെ ഓരോ ജീവിതശൈലി രോഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവർ വാർഡുകളിൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് നിരന്തരം. അങ്ങനെ നിരന്തരം ഇറങ്ങുന്ന അവരെ മനഃപൂർവ്വം അവഗണിച്ചുകൊണ്ട് അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാകണം ഈ നമ്മുടെ മുഖ്യമന്ത്രിയെ പോലുള്ള ആളുകൾ എന്നാണ് പറയാനുള്ളത്. നമുക്കറിയാം, സ്ത്രീകളെ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കുടുംബശ്രീ ആണെന്നുണ്ടെങ്കിലും അവർ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവരിൽ നിന്ന് പണം പിരിക്കുക, അവരിൽ നിന്ന് ഓരോ യൂണിറ്റുകൾ ഉണ്ടാക്കി അവരുടെ യൂണിയന്റെ കീഴിലാക്കിക്കൊണ്ട് അവരിൽ നിന്ന് വരുമാനം കണ്ടെത്തുക, ആ വരുമാനത്തിൽ ആറാടി രസിക്കുക എന്നുള്ളൊരു ഇതിലേക്കാണ് നമ്മുടെ ഈ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ അങ്ങനെ അവഗണിക്കുന്നത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് ഈ സമരം ഈ പൊരി വെയിലത്ത് ചെയ്യേണ്ടി വന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. കേരളത്തിലെ മുഖ്യമന്ത്രിയോട് എന്താ പറയാനുള്ളത്? കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഒരേ കാര്യമുള്ളൂ. വനിതാ മതിൽ കെട്ടുന്നതിന്റെ ആ ഒരു സ്പിരിറ്റ്, ആശാ വർക്കർമാരുടെ ശമ്പളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇന്ന് ഈ ഒരു ദിവസം അവിടെ കിടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, സമരവുമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ നിൽക്കുന്ന ആൾക്കാർക്ക് കുടുംബം വിട്ട് ഞങ്ങളും ഈ റോഡിലേക്ക് ഇറങ്ങേണ്ട ഒരു ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. എന്താണ് നിങ്ങൾക്ക് വനിതാ ദിനമായിട്ട് ഇതുപോലെ റോഡിൽ ഇതുപോലെ വെയിലുകൊണ്ട് നിൽക്കേണ്ട അവസ്ഥ വന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞേ? നമ്മുടെ സഹയാത്രികൾ തന്നെ അതായത് ഒരുപാട് വനിതകൾ വെയിലും മഴയൊക്കെ കൊണ്ട് അവിടെ ഒരുപാട് ദിവസങ്ങളായിട്ട് സമരം ചെയ്യുന്നു. ആ സമരത്തിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നി. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലകളിലും അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മളിപ്പോൾ മുമ്പോട്ട് വരുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് നമ്മുടെ പാർട്ടി മുന്നോട്ട് പോകും. ഓക്കെ. കണ്ടിട്ടില്ല അഴിമതി വീരൻ പിണറായി രാജിവെക്കൂ പുറത്ത് നീതി വേണം നീതി വേണം ആശാപ്രവർത്തകർക്ക് നീതി വേണം ജീവിക്കണം ഞങ്ങൾക്ക് കേരള മണ്ണിൽ ജീവിക്കണം കോവിഡ് വന്നപ്പോഴെല്ലാം ജീവൻ നൽകി കേരളത്തെ രക്ഷിച്ച അമ്മമാർ